നമ്മൾ ഈ 3000 രൂപയുടെ നാരങ്ങ വെള്ളത്തിൽ വിലമരുന്നെന്ന് പറഞ്ഞ ഒരു മരുന്ന് ചേട്ടൻ അതിനകത്ത് ചേർത്തു. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഈ 3000 രൂപയ്ക്ക് എന്തിരിക്കുന്നു അതിനകത്തിലെന്ന് ചോദിക്കുന്നുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. കുടിച്ച് എനിക്കും അറിയാം, ഇട്ട ചേട്ടനും അറിയാം, വീഡിയോ കണ്ടവർക്കും അറിയാം. ചേട്ടൻ ഈ വിലമരുന്നൊന്നും ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറയുമോ? അപ്പം എത്രത്തോളം വില കൽപ്പിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഇവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടുവൈദ്യന്മാര് കൊച്ചു കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവാൻ വേണ്ടി കൊടുത്തോണ്ടിരുന്നൊരു മരുന്ന്. എനിക്ക് മാത്രമല്ല നിരവധി പേർക്ക് അറിയാവുന്നൊരു മരുന്ന്. ഈ തലമുറയ്ക്ക് എന്ത് കണ്ടാൽ അത്ഭുതമാണല്ലോ. എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നതിന് മുമ്പ് ചെറുവിളിയുണ്ട്. അങ്ങനെ ഒന്നും 1 മിനിറ്റ് കൊണ്ടോ അല്ല ഒരാഴ്ച കൊണ്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. മെയിനായിട്ട് കച്ചവലം എന്ന് പറയുന്നത് ഈ നിലത്തിങ്ങനെ പടർന്ന് പ്രത്യേക മണമുള്ള ഒരു ഇഞ്ചിയുടെ ഒരു കുടുംബക്കാരെന്നുണ്ട്. അതായത് മാങ്ങ ഇഞ്ചിയുടെ വേറെ രൂപമാണ്. അതുപോലെ ഒക്കെ വരും, പക്ഷേ വേറെ മണവുമാണ്, വേറെ ടേസ്റ്റുമാണ്. കച്ചവലവും അതുപോലെ തന്നെ ഇഞ്ചി, നാടൻ ഇഞ്ചി ഉണ്ടല്ലോ, നാടൻ ഇഞ്ചിയും കച്ചവലവും ഒക്കെ ഇടിച്ച് ചതയ്ക്കണം. മിക്സിയിലൊന്നും ഇട്ട് ചതയ്ക്കാൻ നിൽക്കരുത്. അത് കച്ചവലമാണെങ്കിലും ഇഞ്ചി ആണെങ്കിലും സെപ്പറേറ്റ് പിഴിഞ്ഞ് അതിന് നീരെടുക്കുക. വെള്ളം ചേർത്തെടുക്കില്ല, ഡയറക്റ്റ് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. പിന്നെ അതിൻ്റെ പെതറ് കളയുക. പിന്നെ വെള്ളം ചേർത്ത് ഇരിക്കാനൊന്നും നിൽക്കരുത്. നാരങ്ങ, ചെറുനാരങ്ങ നീര്, കച്ചവല നീര്, ഇഞ്ചി നീര്, പിന്നെ നല്ല നാടൻ നെല്ലിക്കാണ്. ചില നാട്ടിൽ ചെല്ലിക്ക എന്നൊക്കെ ചെല്ലിക്ക അങ്ങനെയും പറയുന്ന ഇടമാണ്. അത് ആ സാധനം എടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അരി ഒഴിവാക്കി ഇരിക്കുക. അതും തിരശ്ശീലെ പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിൻ്റെ കൂടെ പാൽക്കായം ചേരും, റിപ്പല്ലി ചേരും, ഇതൊക്കെ അങ്ങാടി വരുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇതിനെല്ലാം കൂടെ കൂട്ടി ഒരു കുപ്പിയിലാക്കി, പ്ലാസ്റ്റിക്കിനകത്തും ഉപയോഗിക്കരുത്, പുല്ല് കുപ്പിയിലാക്കി ഗ്യാസ് കയറി ടൈറ്റായി പൊട്ടി കയറി കിട്ടി അത് നല്ല ഒരു സേഫ്റ്റി ആക്കണം. അതൊക്കെ ഒരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ട് മണ്ണിൽ കുഴിച്ചിടാം. അല്ലെങ്കിൽ ആ കയറ് മൊത്തം ചെതിൽ നിന്ന് ഒരു കോർക്കടപ്പ് വെച്ച് അടയ്ക്കാവൂ. ഒരു 2-3 പിടിയുള്ളൊരു നൂല് ആ കോർക്കടപ്പിൻ്റെ ഇടയിൽ കൂടി ഇട്ടിട്ട് മാത്രമേ അടയ്ക്കാവൂ. ഇല്ല ഇനി എന്താ കയറി കിട്ടില്ലെങ്കിൽ കുപ്പി പൊട്ടിക്കും. കുറേയൊക്കെ അതിനകത്ത് കൂടെ ഗ്യാസ് വെളിയിലേക്ക് പോകാൻ അങ്ങനെ ചെയ്യും. വലിയ ദ്വാരം വരികയും ചെയ്യും. അങ്ങനെ കെട്ടിയിട്ട് ഇത് 15 ദിവസം കഴിയുമ്പോൾ ഇതിനെ എടുക്കുക. കുപ്പിയെല്ലാം തുടച്ച് അടുപ്പിൻ്റെ മുകളിൽ പുകയത്ത് അതുകൊണ്ട് ചേർന്നൊക്കെ പറയുന്നില്ല, അതുപോലെ പുകയൊക്കെ കെട്ടി തൂക്കിയിടുക. ഒരു ദിവസം പോലും പുകയാതിരിക്കുക. മെനക്കെട്ട പണി. 101 ദിവസം അങ്ങനെ പോയിക്കും. 101 ദിവസം. ഇതിൽ 1 മണിക്കൂറൊക്കെ പുകയില്ല എങ്കിൽ കുഴപ്പമില്ല, അതിൽ കൂടുതൽ വരാൻ പാടില്ല. തൊണ്ടും ചകിരി ഒന്നും ഇട്ട് പുകയ്ക്കാൻ നിൽക്കരുത്. കനൽ നീറുന്ന പുക തന്നെ വേണം. തൊണ്ടും ചകിരിയൊക്കെ പെട്ടെന്ന് പുകഞ്ഞ് തീരുകയും ചെയ്യും. ഭയങ്കര പുകയായിരിക്കും. വെറുതെ കുപ്പിയൊക്കെ കറക്കാമെന്നല്ല, വലിയ കഥയൊന്നും ഉണ്ടാകത്തില്ല. അതിനൊരു ചൂടും കിട്ടത്തില്ല കൃത്യമായിട്ട്. കുറെ പുക വരുമെന്ന്. ആ ചൂടിൽ ഇത് കിടന്ന് വറ്റും. ഒരു കുപ്പി നീരിട്ട് കഴിഞ്ഞാൽ അത് വറ്റി 1/4 കുപ്പി അവസ്ഥയിലാവും. 101 ദിവസവും പിന്നെ കുറേ ലൂസാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നെല്ലിക്ക തരുന്നതുകൊണ്ട് അത് കറുത്ത കളറിലേക്ക്. അതാണ് വിലമരുന്ന്. ഇതാണ് 3000 രൂപയുടെ നാരങ്ങ വെള്ളത്തിൽ ചേട്ടൻ ഒഴിച്ചത്. വിലമരുന്ന് ഒഴിക്കുന്നു. ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറയുകയും ചെയ്തു, വാറ്റിയാരാൻ പോയിരിക്കുന്നത് നിസ്സാര പരിപാടി. ഈ പറഞ്ഞ കാര്യത്തിന് എത്ര രൂപ വില മതിക്കാൻ പറ്റും? ഇതേപോലുള്ള സാധനങ്ങളാണ് അതിനകത്ത് ഒഴിച്ചേക്കുന്നത്. അതുകൊണ്ടൊന്ന് ഞാൻ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഉണ്ടാക്കുന്ന രീതി ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, അപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിച്ചതാണ് ഇത് കേട്ടോ.